സാർ, ബംഗ്ലാദേശിന് ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു നിലപാട്. അതായത് ചിക്കൻ നെക്കിൽ നിയന്ത്രണം 60 കിലോമീറ്റർ ഇന്ത്യ വികസിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഈ നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ബംഗ്ലാദേശിന്റെ ഒരു മേജർ ജനറൽ പറഞ്ഞു, കൂടുതൽ ഇന്ത്യ കളിച്ചാൽ നമ്മൾ ഈ 7 സംസ്ഥാനങ്ങൾ സിക്കിം കൂടെ ഉൾപ്പെടുമ്പോഴാണ് 8 ആകുന്നത്. അപ്പോൾ 7 സിസ്റ്റേഴ്സ് ആൻഡ് സിക്കിം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ സിലിഗുരി കോറിഡോർ എന്നും വിളിക്കും. ഇത് ഞങ്ങൾ ഇങ്ങ് എടുക്കും എന്നൊരു ഭീഷണി മുഴക്കി. ഇന്ത്യ അതിന് മറുപടി ഒന്നും കൊടുത്തില്ല. ഇന്ത്യ നീ എന്തോ കാണിച്ചോ എന്നുള്ള രീതിയിൽ ഇന്ത്യ മിണ്ടാതിരുന്നു. പക്ഷേ ഇന്ത്യ മറുപടി പറയാതെ പ്രവൃത്തിയിലൂടെ ഇന്ത്യ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ചിക്കൻ നെക്ക് ഇന്ത്യക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നത്, ആരും തൊടാതെ തന്നെ ഇന്ത്യക്ക് അത് മാനേജ് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിൽ നിന്ന് നമ്മളല്ല അവന്മാരാ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്തുവാണ്. ഈ യൂനസ് വരുന്നതിന് മുമ്പ് ഒരു ചെറുക്കനായി എന്ന് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ, അവന്റെ പേര് അലൻ അറിയാമോ? അവനായിരുന്നു ഇതെല്ലാം. അവനെ ആ പ്രക്ഷോഭത്തിനകത്ത് നമ്മൾ അവിടെ അതുവരെ കാണാത്ത ഇതുപോലുള്ള ഈ റെസ്യൂം ചേഞ്ച് പ്രക്ഷോഭങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതാണല്ലോ. നേരെ നേതാക്കന്മാരെ ഇതുപോലെ അവതരിപ്പിക്കും. പെട്ടെന്ന് നമ്മുടെ കനയ്യകുമാർ ഇന്ത്യ വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ ചാടും. അങ്ങനെ ചാടി അവൻ്റെ പേര് അലൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ ചാടി, അവൻ അതുപോലെ ഭയങ്കര പടം വരപ്പുകാരനാണ്. അവനൊരു പടവും വരച്ചുകൊണ്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് അവിടെ അന്ന് ഈ ട്രംപ് അല്ല ബൈഡൻ്റെ അവിടെ പോയി കൊള്ളാൻ ചെറുക്കാവുന്ന ഈ കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് തോളയിലൊക്കെ തട്ടി ഇഞ്ഞു പോകുന്നു. നമ്മളിതിനൊന്നും മറുപടി പറയാൻ പോകുന്നില്ല. ഈയിടെ ഇയാളൊരു പടം വരച്ച് പാകിസ്ഥാനിലെ ഒരു മേയർക്ക് കൊടുത്തായിരുന്നു. അത് കലാസൃഷ്ടിയാണെന്നാണ് പറഞ്ഞത്. ഇവന്മാർ പടം വരച്ചു, നമ്മൾ മാപ്പ് വരച്ചു. അവന്മാർ പേപ്പറിൽ വരച്ചു, നമ്മൾ ബംഗ്ലാദേശിൽ കയറി വരച്ചു കഴിഞ്ഞ ദിവസം. മനസ്സിലായോ? നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് ഇത് ഈ ഒരു നാരോ പ്ലേസും, ഈ നാരോ പ്ലേസ് എന്ന് പറഞ്ഞാൽ നേപ്പാൾ ഭൂട്ടാൻ ഇന്ന് ബംഗ്ലാദേശ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, ഇപ്പം ഈ പറഞ്ഞതുപോലെ ധന്യ പറഞ്ഞതുപോലെയുള്ള ഈ 6 സംസ്ഥാനങ്ങൾ 7 സംസ്ഥാനങ്ങളിലേക്കുള്ള നമ്മുടെ എല്ലാ കമ്മ്യൂണിക്കേഷനും പോകും. മനസ്സിലാവുന്നുണ്ട്? അപ്പം നമ്മളത് ഈ ധന്യ പറഞ്ഞതുപോലെ നമ്മളത് വളരെ കൃത്യമായിട്ട് സേവ് ചെയ്യുന്നുണ്ട്. ഈയിടയ്ക്ക് നമ്മൾ ഈ ട്രെയിനിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈൽ പരീക്ഷിച്ചായിരുന്നല്ലോ. അതിനുശേഷം ഈ ഭൂട്ടാൻ അല്ലെങ്കിൽ ഈ ലഡാക്ക് പോലെയുള്ള മേഖല, എല്ലാ മേഖലയിൽക്കൂടെയും നമ്മൾ ഈ ട്രെയിൻ അങ്ങ് വിട്ടു. കാരണം ആൾക്കാർ വിചാരിച്ചത് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയാണ്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലായിരുന്നു പണ്ട് നമ്മുടെ ഈ ആന്റണി ഉൾപ്പെടെയുള്ള ഒരു കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോയി ഇലക്ഷൻ പ്രചരണത്തിന് പറയുമ്പോൾ അവിടെ ചോദിക്കും, കറണ്ട് ഇല്ലാത്ത എന്താ, ഞങ്ങൾക്ക് കറണ്ട് ഇല്ലല്ലോ, റോഡില്ലല്ലോ. കറണ്ട് വേണ്ട, കറണ്ട് വന്നാൽ ലൈറ്റ് ഇട്ട വായിച്ചാൽ പോകുമ്പോഴും അറിയാവോ, അതുകൊണ്ട് കറണ്ട് വേണ്ട. റോഡ് വന്നാൽ അതിൻ്റെ കൂടെ അവർ പെട്രോളിങ് നടത്തപ്പെടാം. റോഡ് വന്നാൽ നമുക്ക് പെട്രോളിങ് നടത്തിക്കൂടെ? ഇതായിരുന്നു പറഞ്ഞുകൊണ്ട് ഇവിടെ മൊത്തം വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഈ 2014 ശേഷം മോദി വന്നതിന് ശേഷം അദ്ദേഹം ഉണ്ടാക്കിയ ഡെവലപ്മെൻറ്റ്സ് എല്ലായിടും ഇപ്പം വിമാനം വന്നിറങ്ങത്തക്ക രീതിയിലൊക്കെ ഉള്ള സംവിധാനങ്ങൾ, അതുപോലെ എല്ലായിടവും കടന്ന് കയറാൻ പറ്റാത്തടത്ത് മൊത്തം നമുക്ക് ആവശ്യത്തിന് യുദ്ധം ചെയ്യാൻ വേണ്ടി തന്നെയാണ് റെയിൽവേ പാളങ്ങൾ ഈ പറയുന്ന പോലെ ചിക്കൻ ഉൾപ്പെടെ വികസിപ്പിച്ചു. ട്രെയിനിൽ നിന്ന് നമുക്ക് ട്രെയിൻ കൊണ്ടിട്ടിട്ട് മിസൈൽ വിടാം. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് മധ്യരീതിയിൽ ഈ ഇടയ്ക്ക് ഈ അടുത്ത ദിവസങ്ങൾ ഉണ്ടായ സംഭവം ഇതൊന്നും വലിയ നമ്മളത് വാർത്ത പോലും ആക്കുന്നില്ല. ഇയാൾ അവിടെ നോക്കിയപ്പോൾ ഈ ചിക്കൻ നെക്കിൻ്റെ ആ സ്ഥലത്ത് നമുക്ക് ഈ സാറ്റലൈറ്റ് ഉപഗ്രഹ ചിത്രങ്ങളുണ്ട്. സിന്ദൂരിൽ തന്നെ മോദി തന്നെ പറഞ്ഞു അങ്ങനെ 6 സാറ്റലൈറ്റ് നോക്കിയിരുന്ന് അടിക്കാൻ ആയവന്മാരെ ഇപ്പോൾ കളഞ്ഞത്. മനസ്സിലായി? അത്രയ്ക്ക് ചാര സാറ്റലൈറ്റ് നമുക്കുണ്ട്. ഇപ്പം ഇന്നൊരെണ്ണം വിടുന്നുണ്ട്, അത് പിന്നെ നമുക്ക് അടുത്ത ടോക്കനാണ് ചർച്ച. അപ്പം ഈ വിട്ടിട്ട് നോക്കിയപ്പോൾ അവിടെ വലിയ കുഴിയും കുഴിച്ച് അതിനകത്തൊക്കെ വലിയ സമുദായമില്ല. പന്നിയേലി മാളം ഉണ്ടാക്കുക ചിക്കൻ നെക്കിൻ്റെ അവിടെ. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരന്മാരവിടെ വന്നു. ഇവിടുന്ന് നമ്മൾ കടന്നു കയറി അവിടുത്തെ സംസാരിച്ചു. ഒരു രാജ്യത്തോട്ട് കടന്നു കയറണമെങ്കിൽ എത്ര വട്ടം ചോദിക്കണം? നമ്മുടെ രാജ്യത്തൊരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ വേറെ രാജ്യമായിട്ട് ചർച്ചയ്ക്ക് വരുമ്പോൾ അവർ ചർച്ചയ്ക്ക് ഇന്നടത്ത് അല്ലെങ്കിൽ മീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് മീറ്റിംഗ് ഇല്ല, അങ്ങോട്ട് കടന്നു കയറി അവനെ വിളിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഇതൊരു കാര്യം നടക്കുന്നുണ്ട്, ഈ പടം കണ്ടോ, സാറ്റലൈറ്റ് ചിത്രം മൊത്തം മാറ്റിക്കണല്ലേ, കയറും പറഞ്ഞു. മാറ്റിയില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം എന്തായാലും കയറി. ഏതാണ്ട് 22 കിലോമീറ്റർ വീതിയിൽ നിന്ന് ഇപ്പോൾ ഏതാണ്ട് 68 മൊത്തം 10-68 കിലോമീറ്റർ വീതിയിലേക്ക് നമ്മൾ ഇതിനൊരു വികസനം ഉണ്ടാക്കി. ഇയാൾ പടം വരച്ചിരുന്നേ ഉള്ളൂ. ഈ വടക്കിഴക്കൻ സംസ്ഥാനത്തിലേക്ക് പടം വരച്ചിരുന്നു. ഇപ്പം നമ്മളിത് അതങ്ങ് വലുതാക്കി. നേരത്തെ തന്നെ ഇവർ ചിക്കൻ നെക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ബംഗ്ലാദേശിൽ 2 ഭാഗമുണ്ട്, 2 തല. അന്നേരം നമ്മുടെ ആസാം മുഖ്യമന്ത്രിക്കൊക്കെ തികയത്തില്ല ബംഗ്ലാദേശിൽ. മനസ്സിലായില്ല? അവർക്ക് ഇറങ്ങി അടിക്കാനുള്ളത് തികയുന്നില്ല. പിന്നെ ഇന്ത്യ അയച്ചാൽ നടക്കുന്നത്. അയാൾ പറഞ്ഞാൽ ഇതൊന്നല്ലേ ഉള്ളൂ, ഇതിനകത്ത് നിനക്കൊന്നും ചെയ്യാൻ പറ്റും. പക്ഷേ നീ കൂടുതൽ സംസാരിച്ചത് നിന്റെ 2 ചിക്കൻ നെക്ക് ഉണ്ട്, ഞാൻ പിടിച്ചോണ്ട് പോകും.
അയാളാ പറഞ്ഞു വലിയ സാധനം കേട്ടോ നമ്മുടെ ഈ രണ്ടെണ്ണം ഞങ്ങൾ മുറിച്ചു ഹിമന്ത വിശ്വ വിശ്വാസം പറഞ്ഞു നിന്റെ രണ്ടെണ്ണം ഞങ്ങൾ മുറിച്ചോണ്ട് നീ നീ ഇതുവരെ കണ്ടിട്ടില്ല എന്നിട്ട് പുള്ളി പാടൊക്കെ ഭയങ്കര വാർത്തയായിരുന്നു. അപ്പൊ നമ്മളിതിനകത്ത് ഈ പറയുന്ന പോലെയാണ് ഇപ്പൊ ഇതിനകത്ത് ഇവര് തമ്മിലൊരു നീക്കം വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ആരാ? പാകിസ്ഥാന്, ബംഗ്ലാദേശ്, ഇതിന്റെ പുറകിലുള്ള കൊച്ചാട്ടനാണ്. ആരാ? അമേരിക്കൻ കൊച്ചാട്ടൻ. അമേരിക്കൻ കൊച്ചാട്ടൻ പറഞ്ഞു നിങ്ങളടിച്ചു നമ്മൾ അനങ്ങായിരിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ എന്ത് അമേരിക്കൻ കൊച്ചാട്ടൻ എന്ത് ചെയ്യും? ഇത് എന്തോ ചെയ്യാനൊക്കെ ഇല്ല. പറഞ്ഞതുപോലെ ഒരു തുള്ളി സ്ഥലമില്ല ഇരിക്കും. നമ്മൾ നോക്കുമോ 10,000 കണക്കിന് ആളങ്ങ് നിൽക്കുക. തൃശ്ശൂർ പൂരത്തിന് അതിനകത്തൊരു ആന വരണ്ട എന്തോ ചെയ്യും? ആനയ്ക്ക് നിൽക്കാൻ സ്ഥലമുണ്ടോ? ഉണ്ടോ? ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഇവന്മാർ കിടന്ന് എത്ര വെള്ളം ഉണ്ടാക്കിയാലും നമ്മൾ ഇറങ്ങി നിന്നാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇന്ത്യ അത്ര ശക്തമാണ്. മനസ്സിലായി? അതേ രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പം ഇപ്പം വരുന്ന വാർത്ത ബംഗ്ലാദേശ് നമ്മൾ മുറിച്ചു, ഇതിനകത്ത് ഇനി മുറിക്കണമെങ്കിൽ നമ്മൾ മുറിക്കും. മനസ്സിലാവുന്നോ? യൂനസിന് അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പട്ടാള മേധാവി ഇപ്പം നമ്മുടെ കൂടെ, നേരത്തെ നമ്മുടെ കൂടെ. പലവട്ടം ഇതിനകത്ത് യൂനസിനെ പിടിച്ചിരിക്കണം. യൂനസിന് ആകപ്പാടെ ഇപ്പം അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അയാളുടെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി മാത്രം. ബാക്കി പ്രക്ഷോഭക്കാരും പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും എതിരാണ്. പട്ടാളം ഈ ധാക്ക ഉൾപ്പെടെ ഉള്ളിടത്ത് കൊണ്ടുവന്ന് എന്നേ ഇട്ടേക്കോ ടാങ്ക്. എപ്പോൾ പിടിക്കണമെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞാൽ മതി. അജിത്തും അവരാ പറഞ്ഞത് എപ്പോൾ പിടിക്കണമെന്ന്. പിടിക്കാൻ മനസ്സിലായി? പിടിച്ചാലും നാശം അത് കൊണ്ടുപോണ്ടേ. അത്രയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി. എന്തൊരു ദാരിദ്ര്യമാണെന്ന് പറയാം. പട്ടിണി ഒന്നുമില്ല, പട്ടിണിയുടെ പരിവട്ടമായി. അപ്പം അങ്ങനെ നിൽക്കുക. അപ്പം യൂനസിന് ഇപ്പം അവിടെ യൂനസിന് ഇത് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിൽക്കാറില്ല. പുള്ളിക്ക് ആ പഠിക്കാനുള്ള എന്തായാലും കിട്ടുമല്ലോ, പക്ഷേ അത്രയും വലിയ രാജ്യം. അപ്പോൾ ഇയാൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇയാൾക്ക് ആകപ്പാടെ ഉള്ളതെന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്ത് ആൾക്കാരെ കൂടെ നടത്തുന്നതിന് പാകിസ്ഥാൻ ഭരണാധികാരി ഏത് ഭരണാധികാരിയായാലും ഇപ്പം പറയുന്നത് ഒരു യുദ്ധം ഉണ്ടെങ്കിൽ യുദ്ധം ചെയ്യും, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യും. അപ്പോൾ ഇതിനുവേണ്ടി ഇയാൾ നേരത്തെ ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് അവിടെ ഒരു അതിർത്തിയിലൊരു വിഷയം ഉണ്ടാക്കാൻ നോക്കി. അന്ന് ഈ മേജറാണ്, ഈ അദ്ദേഹമാണ് പറഞ്ഞത് ആവശ്യമില്ലാത്ത പണിക്ക് പോലെ അടിമേടിക്ക് പൊച്ചം തിരിയും, നിങ്ങൾക്ക് ഇന്ത്യ അറിയത്തില്ല, എനിക്കറിയാം ഇന്ത്യയാണ് എന്ന് പറഞ്ഞ് അന്ന് അയാളത് സ്റ്റോപ്പ് ചെയ്താൽ. വീണ്ടും ഇയാൾ ഇത് ഉരുത്തിരിച്ചുകൊണ്ട് വരും. ഒരു മാപ്പ് വരച്ചു, മറ്റേത് വരച്ചു. ഇപ്പം അവിടെ നേരത്തെ ചില ഓപ്പറേഷൻസ് ഒക്കെ നടന്നു. ഏതായാലും ഇപ്പോൾ ഓപ്പറേഷൻ ഏതാണ്ട് വൃത്തിയായിട്ടുണ്ട്, ഇന്ത്യയുടെ കയ്യിലായിട്ടുണ്ട്, അവിടെ ഇന്ത്യക്കാർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ദേശീയ മാധ്യമങ്ങളൊക്കെ വാർത്ത ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരള മാധ്യമങ്ങൾ പറയത്തില്ല കേട്ടോ. നമുക്കൊരു ക്ഷീണമില്ല. എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്ക്, ഒരു ഓപ്പറേഷനും ഒക്കെ ഇത്ര വിജയകരമായിട്ട് നടത്തുക എന്ന് പറഞ്ഞാൽ തിരിച്ചൊരു അനങ്ങാൻ പോലും കഴിയാത്തൊരു ബംഗ്ലാദേശും ഒക്കെ ആയിട്ടും ഈ ഭയങ്കര വിഷമമാണ്. കേരളത്തിലെ ആൾക്കാരൊക്കെ അത് പനിയാ. മനസ്സിലായി? അതേ രീതിയിൽ വിഷമമാണ്. ബാക്കി ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും ഇപ്പം നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു വാർത്തയാണ്. ഇനിയും ഇത് വികസിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് മനസ്സിലായില്ലേ? ഇനിയും ഇവൻ പടം വരച്ചാൽ, മാപ്പ് വരച്ചാൽ നമ്മൾ യഥാർത്ഥ മാപ്പും വരയ്ക്കും, അവൻ പേപ്പറി മാപ്പും വരയ്ക്കും. ഇനി ഇത് വികസിക്കാനുള്ള പഴയ രീതിയൊന്നും അല്ല തന്നെ ഇന്ത്യ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചിക്കനൊക്കെ കാണിച്ച് വിരട്ടാൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്നറിയുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്ത്. ഇത് ഇപ്പോഴല്ല, എപ്പോഴും സാധിക്കുന്ന എന്നും ഈ ബംഗ്ലാദേശ് നമ്മളോട് ആശ്രയിച്ച് നിന്നിട്ടുള്ള. പിന്നെ നേരത്തെ ഹസീന ഇരുന്ന സമയത്ത് കുഴപ്പങ്ങളൊന്നും വരത്തില്ലെന്ന് കണ്ടുകൊണ്ട് അതിനകത്ത് ആക്ഷൻ എടുക്കാത്തെന്ന് വിചാരിക്കും. ഹസീന ഇരിക്കുന്നതിന് എത്രയോ കാലം മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത് ബംഗ്ലാദേശ് ഉണ്ടാക്കി കൊടുത്ത നമ്മളല്ലയോ. അന്ന് ഈ കാര്യം പ്രോപ്പറായിട്ട് തീരുമാനം എടുത്തിട്ട് ചെയ്തൂടെ? ബംഗ്ലാദേശ് ഉണ്ടാക്കി കൊടുത്ത നമ്മളാ. അറിയോ? 2 രാജ്യം അന്ന് ഉണ്ടാക്കിക്കൂടെ? കാശ്മീർ ഉണ്ടാക്കി, നെഹ്റു ഉണ്ടാക്കിയത്. അന്ന് ഈ പറയുന്നത് പോലെ ഈ യുദ്ധം നടന്ന സമയത്ത് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അന്നേരം കൊണ്ടുവന്ന് യു എന്നെ കൊടുത്തെന്ന് പറയുന്നത് ഒരിക്കലും തീരരുത്. ഇതിനകത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കാശ്മീർ ഇതിനകത്തെ പറ്റിയൊക്കെ പറഞ്ഞാൽ നമ്മൾ രാവിലെ ഇരുന്ന് മോശം വർത്തമാനം പറയുന്നത് പോലെ നമ്മളിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഊനൂത്തി മണപ്പിക്കണം എന്ന് പറഞ്ഞു. ആർക്ക് വേണ്ടിയാ ഈ നെഹ്റു ഒക്കെ ഇന്ത്യ ഭരിച്ചതെന്നും കാശ്മീരിൽ 370-ാം വകുപ്പ് നിലനിർത്തി എന്തിനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കഥകളും പല ചരിത്രങ്ങളും ഒക്കെ ഉണ്ട്. നെഹ്റു ആരാന്നും നെഹ്റുവിൻ്റെ കുടുംബം ആരാന്നും, അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ ഭൂമിച്ചു കൊടുത്ത അയാൾ ആരാണെന്നും, അല്ലെങ്കിൽ ഈ കാശ്മീരിൽ ഈ പറയുന്ന ഒരു രാജ്യം പോലെ ആ പ്രദേശത്തെ ആക്കി കൊടുത്തതിൻ്റെ കാരണം എന്താണെന്നും അതൊക്കെ കുടുംബ പശ്ചാത്തലമൊക്കെ പറഞ്ഞിട്ടൊരു കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിപ്പോൾ സംസാരിക്കണം. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യയിൽ അടിസ്ഥാനപരമായിട്ട് ഇന്നും നമ്മൾ സഫർ ചെയ്യുന്ന ഈ കാശ്മീരും ഈ പറയുന്ന ചിക്കൻ നെക്കും അല്ലെങ്കിൽ ഈ അതിർത്തി കൃത്യമാക്കുന്നതിനും ഒക്കെ കാരണക്കാരായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 55 കൊല്ലം ഇന്ത്യ ഭരിച്ചു, അല്ലെങ്കിൽ ഇന്ത്യ ഇങ്ങനെ ആക്കി എന്നൊക്കെ പറയുന്ന ഈ പറയുന്ന നമ്മുടെ ആരാന്ന് ഭരിച്ചിരുന്നുള്ള കാര്യത്തിൽ ഭൂരിപക്ഷ സമയം അറിയാമല്ലോ. വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലാക്കിയതിനകത്ത് അവർക്ക് പങ്കുണ്ട്. അവിടെ ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റിനെ അനുവദിച്ചു കൊടുത്തതിനകത്ത് നെഹ്റുവിന് വലിയ പങ്കുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നൊരവസ്ഥ ഇപ്പോഴിലേക്ക് ശ്രദ്ധിച്ചത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോക്കേട് മാറിക്കിട്ട് ഈ ക്രിമേഡി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് മരുന്ന് കഴിച്ച് മാറാത്തവന്മാർക്ക് വേറെ രീതിയിലേ മാറ്റാനൊക്കെ. ഇപ്പോൾ അത് മാറി അതുകൊണ്ട് ചിക്കനൊക്കെ, അതായത് അതിൻ്റെ വീതി കൂട്ടണമെന്നുള്ള ആഗ്രഹം ഒരു പരിധി വരെ നമ്മൾ സാധിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വീതി കൂടിക്കൊണ്ടേയിരിക്കും. ബംഗ്ലാദേശിൻ്റെ മാപ്പിനകത്ത് ഇവൻ ഇവിടെ വെച്ച് വരച്ചതിന്
അവൻ്റെ മാപ്പ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.